ഹലോ ഗൈസ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ അയർലാൻഡാണ്. ഇത് രാവിലെ എണീറ്റു, ഇത് ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ കാണുന്ന ഒരു ബിൽഡിങ്സ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ ബിൽഡിങ് ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതിവിടുത്തെ സ്ട്രിക്റ്റ് റൂളാണ്. ഏത് പൈസ ഉള്ളവനാണെങ്കിലും ഒരുപോലെയുള്ള വീട് വെക്കാൻ പാടുള്ളൂ. കാരണം ഒരു പൈസ ഉള്ളവൻ പണമില്ലാത്തവൻ അങ്ങനെ ഒരു അന്തരം ഇവിടെ ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ നാട്ടിലത്തെ പോലെ. പിന്നെന്താ, നമ്മുടെ നാട്ടിലത്തെ എല്ലാ കാറും കൊണ്ട് കണ്ടു i20 ആണ് കിടക്കുന്നത്. സോ വലിയ മാറ്റമൊന്നുമില്ല. ഇടയ്ക്ക് നമുക്ക് തോന്നിപ്പോൾ ഇത് കേരളം തന്നെയാണോ എന്ന് ചില പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. കണ്ടോ ഓരോരോ ബിൽഡിങ്സ്. ഇത് അങ്ങ് അപ്പുറത്തൊരു മല ഉണ്ട്. ആ മലയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതൊരു മലയാണ്. ഇന്ന് വലിയ തണുപ്പ് എന്ന് പറയാനില്ല, എന്നാലും തണുപ്പുണ്ട്, കുഴപ്പമില്ല. കാരണം രാത്രി മഴ പെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ചെറിയ റോഡാണ്, ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ആ വീടൊക്കെ കാണാൻ നല്ല രസമാണ്. നോക്കിക്കേ, കണ്ടോ, 2 ബെഞ്ചുള്ളൊരു വീടാണ്. ആകെ എന്താ പറയുക, ഒരു ചെറിയൊരു കോമ്പൗണ്ട് മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയാണ് 2 ബെഞ്ചുള്ളവനൊക്കെ വീട് ഒരു വീട് തന്നെ ആയിക്കാരം. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസമായിട്ട് കണക്ക് കൂട്ടുന്നത്. പിന്നെ എല്ലാ ബിൽഡിങ്സും സെയിമാണ്. സ്ട്രക്ചറൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാം സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അല്ലാണ്ട് ഒരു ബിൽഡിങ് മാത്രം കൊമ്പനായി നിൽക്കണമെന്നില്ല. പിന്നെന്താ, ഇങ്ങനെ പോകണം എൻ്റെ ജോലി സ്ഥലത്തോട്ട്. കാക്കകളൊക്കെ പാറുന്നുണ്ട്. കാക്ക ഒച്ച കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലത്തുള്ള കാക്കകളൊക്കെ തന്നെയാണ്. കാക്കേനെ നേരിട്ട് കണ്ടാൽ കാട്ടിത്തരാം. പക്ഷേ കാക്കയ്ക്ക് നല്ല സൈസ് ഉണ്ട്, വലിയ കാക്കയാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. പിന്നെ 24/7 കാറ്റാണ്. എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കും. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരിക്കും. പിന്നെ വെതർ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ വെയിലാന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യും. അവിടെ എന്തൊരു പക്ഷിയുണ്ട്, കുയിലാണ് തോന്നുന്നുണ്ട്, എന്തൊരു സാധനമല്ല, മൈന, ഒറ്റമൈനനെ കണ്ടാൽ അന്നത്തെ ദിവസം മൂഞ്ചിന്നാണ്. ഇന്നത്തെ ദിവസം മൂഞ്ചിലേക്കാരം അറിയില്ല. ആ കാണുന്നൊക്കെ എനിക്ക് തോന്നണത് മറ്റേ റെൻറ്റിന് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടീസാണ് ആ കാണുന്നതൊക്കെ. പിന്നെന്താ, കണ്ടോ, ഈ ഒരു വീട്ടിലാണ് കിയാൻ്റെ GT കിടക്കുന്നത്. പക്ഷെ ആ വീട് കണ്ടോ, എന്ത് കുഞ്ഞു വീടാ. ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ്. എല്ലാവരും എളിമയുള്ള ജീവിതമാണ് ഇവിടെ നയിക്കണത്. നമ്മുടെ നാട്ടിലത്തെ പോലെ കൊമ്പമായ ജീവിതം നയിക്കുന്നില്ല. കാശിൻ്റെ കഴുപ്പ് നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ കാണിക്കുന്നത്. ആ കാക്ക നിൽക്കണത്, കാക്ക